ഹായ്. അപ്പോൾ ഞാനിപ്പോൾ ആറാട്ടുപുഴ നിൽക്കുക. ഇവിടെ എൻ്റെ പുറകെ കണ്ടില്ലേ, മൊത്തം കാട് പിടിച്ച് കിടക്കുക. കണ്ടോ, മൊത്തത്തിൽ കാട് പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കി കഴിഞ്ഞപ്പം ഈ പുല്ലൊക്കെ ചെത്താനായിട്ട് നമ്മുടെ ഒരു കക്ഷി വന്നിട്ടുണ്ട്. ഇവിടെ ഈ പുല്ല് ചെത്തുന്ന ഒരു ടീമാണ്. അപ്പോൾ അവരെ ഒരു പ്രത്യേക മെഷീൻ കൊണ്ട് നമ്മളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ പുല്ല് ചെത്തുന്ന കാഴ്ചകൾ ഒന്ന് കാണാം ആദ്യം. അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ആറന്മുളയ്ക്ക് പോകണം. ഇപ്പം ഞാൻ നേരെ ഇവിടെ ആറാട്ടുപുഴ ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ ആറന്മുള അമ്പലത്തിൽ പോകണം. ആറന്മുള അമ്പലത്തിൽ പോയി തൊഴുതിട്ട് കുറച്ച് കാര്യങ്ങൾ ആറന്മുളയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കേ. ഇതാണ് നമ്മുടെ ആ പുല്ല് ചെത്തുന്ന മെഷീൻ. ഇതെന്താ ബൈ, നട്ട? ഓ, കോയിലാണ് ഇതിനകത്തില്ലേ? ഇത് പുള്ളിക്കാരൻ നട്ട് ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കി സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത്. കണ്ടോ, അതിൻ്റെ ടൂൾസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ ബായി അതിങ്ങനെ ഓരോ സാധനമൊക്കെ കയറ്റിയിട്ട് മുറുക്കിക്കൊണ്ടിരിക്കുക. ഇതവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് എന്തോ പെട്രോളോ മണ്ണെണ്ണോ എന്തോ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊരു മിഷനാണ്. കൊള്ളാം. സ്ക്രൂ ഒക്കെ ഇട്ട് എല്ലാം മുറുക്കി സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന് പ്രത്യേകം സ്പാനറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്പാനർ ഇട്ട് അതിങ്ങനെ മുറുക്കിയതിന് ശേഷം ഈ രണ്ട് വള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ. കടയെന്ന് കിടന്നടിക്കുന്ന രണ്ട് വള്ളി, അത് ഒരു പ്രത്യേക രീതിയിലാണ് കണ്ടോ സെറ്റ് ചെയ്യുന്നത്. അതിങ്ങനെ രണ്ടെണ്ണവും കൂടെ ഒരുമിച്ചിങ്ങനെ എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ കയറ്റി ഒരു കിഴുത്തക്കകത്തോട് ഇങ്ങോട്ട് വലിയിച്ചിടും. ഇപ്പോൾ കാണിച്ചു തരാം. കണ്ട, ഇങ്ങനെ രണ്ടായിട്ട് പിടിച്ചിട്ട് ആദ്യം ഒരു ചുറ്റി പതുക്കെ അതിങ്ങനെ ഒരു ചുറ്റി ഒരെണ്ണം ഒരു കിഴുത്തക്കകത്തോട് ഇങ്ങോട്ട് കയറ്റിയിട്ടു. ഇനി മറ്റേത് ഒരു റൗണ്ട് കൂടെ അടിച്ചിട്ട് ഇപ്പുറത്തെ കിഴുത്തക്കകത്തൂടെ കയറ്റിയിടും. അതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലെ കിഴുത്തക്കകത്തൂടെ കയറ്റിയിട്ട് ആണ് ഈ മിഷൻ സെറ്റ് ചെയ്യുന്നത്. കണ്ട, എന്നിട്ട് ഇതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. വെച്ച് ക്രന്ന് പറയണം അങ്ങോട്ട് അടിക്കും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അടിപൊളി സെറ്റപ്പാണ്. സത്യം പറഞ്ഞാൽ തൂമ്പാണ്ടൊക്കെ ചെത്തുന്നതിനൊക്കെ എത്രയോ ഭേദമാണെന്നറിയാമോ? ആണ്ടേ ബായി അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. ഇതെനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ടീമാണ് കേട്ടോ. ആരോ ബംഗാളി ആരോ ആണ്, എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പം പുള്ളി മുറുക്കിയ സ്പെയറാണ്. നമുക്ക് ആ പുള്ളിയോട് തന്നെ ചോദിക്കാം. ഇതെന്തിനുള്ളതാ? സ്പാനർ. ഓ, ടൈറ്റ് ചെയ്യാൻ. പുള്ളിക്കാരന് ഈ വീഡിയോ പിടിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. പുള്ളി ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല. കണ്ടില്ലേ, അവരുടെ വേഷം തന്നെ കണ്ടില്ലേ, ഫുള്ളി കവേർഡാണ്. എന്ന് പറയുമ്പം ഇത് അടിക്കുന്ന സമയത്ത് മൂക്കിലും വായിലും ഒക്കെ കയറും സംഭവങ്ങൾ, പൊടിയേ. അങ്ങനെ ആശാനിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. കണ്ടോണേ, ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബിഫോർ. കണ്ടില്ലേ, ഈ അവസ്ഥയാണ്. നല്ല കാട് പിടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടന്ന സ്ഥലമാണ്. നമുക്ക് പുള്ളിക്കാരൻ്റെ പുറകെ പോവാം. അയ്യോ, മണ്ണെണ്ണയാന്ന് തോന്നുന്നു. നല്ല പുകയൊക്കെ വരുന്നുണ്ട് പുറകെ. പുള്ളിക്കാരൻ പണി തുടങ്ങി. പക്ഷേ ഈ പണി തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. കണ്ടില്ലേ, ഇത് ഭയങ്കരമായിട്ട് പൊടിയടിച്ച് കയറുന്നുണ്ട്. ഇവരിത്രയും കവർ ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോഴാണ് മനസ്സിലായത്. കണ്ടിട്ടില്ലേ, നല്ല അയ്യോ, ഇതങ്ങോട്ട് അടിക്കുമ്പോഴത്തേനെ കല്ലും. നമുക്കിനി അധിക നേരം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ദേഹം മൊത്തം മണ്ണും പൊടിയാവും. അപ്പോൾ ഇതിൻ്റെ ആപ്പ് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ആറന്മുളയൊക്കെ പോയിട്ട് വന്നിട്ട്. അയ്യോ, ഞാൻ ആറന്മുളയൊന്നും പോയില്ല കേട്ടോ. പോവാൻ എല്ലാം തയ്യാറായി ഇറങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇത്ര ഏരിയ അവർ ഫുള്ള് കവർ ചെയ്ത് അടിപൊളിയാക്കി കേട്ടോ. എൻ്റെ അമ്മേ, ഈ ചേമ്പിൻ്റെ കൂട്ട് നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതൊന്നും അവർ വെട്ടിയിട്ടില്ല. എനിക്കൊന്ന് അമ്മ പറഞ്ഞു കാണും. ഇതിൻ്റെ തണ്ടൊക്കെ തോരൻ വെക്കാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ അമ്മ പറഞ്ഞു കാണും ഇതൊന്നും വെട്ടണ്ടാന്ന്. അതുകൊണ്ട് അവർ അതൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല.
എൻ്റെ അമ്മ ഒന്നും പറയണ്ട. ഇനിയിപ്പോൾ വന്നിട്ട് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പയാറിൻ്റെ തീരത്താണ്. അപ്പോൾ ഇപ്പോൾ ഓണത്തിന് ആറന്മുള പിന്നെ ഭഗവാന്റെ വള്ളസദ്യയും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഇന്നൊരു വള്ളസദ്യയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിന് വള്ളം അലങ്കരിച്ച് തുഴഞ്ഞു പോകുന്ന ഒരു മനോഹരമായ സീനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാം. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. അപ്പോൾ നോക്കട്ടെ, ഘോഷയാത്രയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ ഒന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ കണ്ടില്ലേ ഇഷ്ടംപോലെ പള്ളിയോടങ്ങൾ. ഈ വള്ളത്തിനൊക്കെ പറയുന്നത് പള്ളിയോടങ്ങളാണ്. പള്ളിയോടങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ കിടപ്പുണ്ട്. അക്കരെ കരയിലൊക്കെ ആളുകളൊക്കെ ധാരാളമായിട്ട് നിൽപ്പുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്, വള്ളംകളി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് പള്ളിയോടങ്ങൾ. ഇത് തൈമറവുങ്കര മേപ്രം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വള്ളങ്ങളൊക്കെ ഇട്ടേച്ച്, കാരണം നല്ല ഒഴുക്കായി ഇപ്പോഴേ. അപ്പോൾ തുഴഞ്ഞ് നമുക്ക് അങ്ങോട്ട് തുഴഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ബോട്ടിലൊക്കെ കെട്ടി വലിച്ചുകൊണ്ടാണ് ഇപ്പോൾ വള്ളങ്ങൾ കൊണ്ടുപോകുന്നത്. ഇഷ്ടംപോലെ പള്ളിയോടങ്ങൾ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ താമസ സൗകര്യമില്ല, ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഒരു ഇത് കണ്ടില്ലേ, ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ അടുത്തായിട്ട് ഒരു സ്മാരകം, അതായത് ധീര ജവാന്മാരുടെ ഒരു സ്മാരകം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ സത്രക്കടവ് എന്ന് പറഞ്ഞാൽ ഈ പള്ളിയോടങ്ങളൊക്കെ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടാണ് കൊണ്ടിടാറ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ ധീര ജവാന്മാർക്കുള്ള സ്മാരകമുള്ളത്. ഇത് ധീര ജവാന്മാർക്കുള്ള സ്മാരകമാണ്. അതായത് പിന്നെ ക്യാപ്റ്റൻ പത്മദളൻ PK, ക്യാപ്റ്റൻ തോമസ് ഫിലിപ്പോസ്, അങ്ങനെ 2 പേരുടെ ജവാന്മാർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്മാരകമാണ്. കണ്ടില്ലേ, കൊള്ളാം. ഞാനിനി ഈ സത്രക്കടവിലെ 2 സ്ഥലത്തുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് സത്രക്കടവിൽ ഒരു സ്ഥലത്ത് വള്ളങ്ങൾക്ക് പോകാനുള്ള സ്ഥലവും അതുപോലെ തന്നെ സ്വീകരണത്തിനുള്ള സ്ഥലവുമുണ്ട്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളും ഞാൻ കാണിച്ചു തരാം. അവിടെ ഇറങ്ങി മൊത്തത്തിൽ നമുക്ക് ഈ പറഞ്ഞ പിന്നെ പള്ളിയോടങ്ങളും അതിൻ്റെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഉത്രട്ടാതി ആയതുകൊണ്ടേ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ മാസം അവസാനമാണ് എന്ന് പറഞ്ഞാൽ ചിങ്ങ അവസാനമാണ് ഈ തിരുവോണം വരുന്നത്. അപ്പോൾ തിരുവോണം അവസാനമായതുകൊണ്ട് ഉത്രട്ടാതി കന്നിയിലായിപ്പോയി. അപ്പോൾ ചിങ്ങത്തിലെ ഉത്രട്ടാതി ആദ്യം വരും. അപ്പോൾ ആ രീതിയിൽ കണക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ആഘോഷം ഇപ്പം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഈ ഉത്രട്ടാതി നക്ഷത്രം ആയതുകൊണ്ട്, ഭഗവാന്റെ നാളായതുകൊണ്ട് ഒരു ചെറിയ രീതിയിലൊരു ഘോഷയാത്രയും പിന്നെ ഒക്കെ പള്ളിയോടങ്ങളുടെ ഒരു ഘോഷയാത്രയും ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കന്നിയിലെ ഉത്രട്ടാതിക്ക് വീണ്ടും നല്ല രീതിയിൽ വള്ളംകളി ഉണ്ട്. എങ്കിലും ഇപ്പം ഒരു ജസ്റ്റ് ചിങ്ങത്തിലെ ഉത്രട്ടാതിക്ക് അവരിത് ആഘോഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തോ ഇവിടെ പക്ഷേ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന തൊട്ടപ്പുറത്തെ കടവില്ല. കണ്ടില്ലേ, ഞാനിപ്പോൾ വന്ന സമയം എന്തായാലും കൊള്ളാം. ഇന്ന് ഭഗവാന്റെ നാള് നേരത്തെ വരുന്നുണ്ട്. അപ്പം ഈ മാസം കുറച്ച് നേരത്തെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് 22 വള്ളങ്ങളുടെ ഒരു ഘോഷയാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് ഗംഭീര പരിപാടികളാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് കണ്ടില്ലേ, അവിടെ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ അങ്ങോട്ടൊന്ന് പോവാം ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടിപൊളി. എന്തായാലും ഇന്ന് വന്ന സമയം കൊള്ളാം കേട്ടോ, നല്ല സമയത്താണ് ഇന്ന് എത്തിയത്. ഇത് കണ്ടില്ലേ, ഇവിടുന്നാണ് വള്ളങ്ങൾ പുറപ്പെടുന്നത്. തൊട്ട് അപ്പുറത്തെ കടവിലാണ് സ്വീകരണവും, അതായത് ഓരോ പള്ളിയോടങ്ങൾക്കുള്ള സ്വീകരണവും ആഘോഷമൊക്കെ നടക്കുന്നത് സത്രക്കടവ്. ശരിക്കും സത്രക്കടവ് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് കാണുന്ന. ഞാനത് ഇപ്പുറത്തൂടെ പോയി ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം.
ഇത്രയും ഭക്തിസാന്ദ്രവും മനോഹരവുമായ ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ നമുക്ക് ഇതുവരെ പിന്നെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല സത്യം. ഞാൻ ഇപ്പം അത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ദാണ്ട കണ്ടില്ലേ, പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ധാരാളം പള്ളിയോടങ്ങളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പള്ളിയോടങ്ങളെയെല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ച് പല തരത്തിലുള്ള മാലകളും അതേപോലെ തന്നെ ഹാരങ്ങളും ഒക്കെ ഇട്ട് നല്ല മനോഹരമായിട്ടാണ് അപ്പുറത്തെ കടവിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഈ പിന്നെ പള്ളിയോടത്തിൻ്റെ മകുടിയിൽ, അതായത് പിന്നെ ഏറ്റവും എൻഡിൽ വയ്ക്കാനുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ആ കൂമ്പ് പോലെ ഉള്ള ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ ഈ വെങ്കല സംഗതികളാണ് അവിടെ വെക്കുന്നത്. എന്തൊരു ഭംഗി എന്നറിയുമോ ഈ ഒരു പ്രദേശം കാണാൻ. കണ്ടോ, മുത്തുക്കുടകൾ, അതുപോലെ തന്നെ പള്ളിയോടത്തിൻ്റെ ആ ഒരു പിന്നെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ചാർത്താനുള്ള നെറ്റിപ്പട്ടം പോലെ, ആനയുടെ നെറ്റിപ്പട്ടം പോലുള്ള സംഗതികൾ അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നയമ്പാണ്, അതായത് ഈ ഓരോ തുഴക്കാർക്കും തുഴഞ്ഞു പോകാനുള്ള നയമ്പ്, തുഴ എന്ന് തന്നെ പറയാം. നയമ്പെന്ന് പറഞ്ഞാൽ തുഴയുന്ന ആ ഒരു സാധനത്തിന് പറയുന്നത് ഇവിടെ നയമ്പെന്നാണ്. അപ്പോൾ നമുക്കിനി നേരെ സത്രക്കടവിലോട്ട് പോകാം. ഇത് സത്രക്കടവിന് മുമ്പ് ഏതാണ്ട് ഇവിടെ വള്ളങ്ങളൊക്കെ പിന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ ഓരോ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ വന്ന് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനതെൻ്റെ വീഡിയോയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ആ വീഡിയോയിൽ കാണുന്നതിൻ്റെ ഒരു 100 ഇരട്ടിയാണ് ഇത് വന്ന് അനുഭവിച്ചറിയുക എന്നുള്ളത്. ആറന്മുള വള്ളംകളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പിന്നെ പ്രശസ്തമായ, അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പോലും ഇടം നേടിയിട്ടുള്ളൊരു സംഗതിയാണ്. ഇതാണ് സത്രക്കടവ്. അപ്പോൾ സത്രക്കടവിൽ ധാരാളം വാഹനങ്ങളും കാര്യങ്ങളുമൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകളെ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ പിന്നെ ഘോഷയാത്ര കാണാനായിട്ട്, പള്ളിയോടങ്ങളുടെ ഘോഷയാത്ര കാണാനായിട്ട്. ഇവിടെ പ്രത്യേക സ്വീകരണങ്ങളും പ്രത്യേക ചടങ്ങുകളുമൊക്കെ ആയിട്ട് വള്ളങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വിപുലമായ സംവിധാനങ്ങളാണ് പള്ളിയോട സേവാ സമിതി ഒരുക്കിയിരിക്കുന്നത്. അടിപൊളി കേട്ടോ. എന്തായാലും ഇന്നിവിടെ വരാൻ പറ്റിയത് ഒരു വലിയ അനുഗ്രഹമായി. സൂപ്പർ. പള്ളിയോടങ്ങൾ അങ്ങനെ നിരയായിട്ട് കിടക്കില്ലേ, ഇഷ്ടം പോലെ. ശ്രീ പാർത്ഥസാരഥി ഭഗവാന്റെ, പാർത്ഥസാരഥി എന്ന് പറയുമ്പം അർജുനൻ്റെ സാരഥി, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അർജുനാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് പിന്നെ തിരുവാറന്മുള എന്നാണ് സങ്കല്പം. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രശസ്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നെ തീക്ഷ്ണമായ ഭക്തിസാന്ദ്രമായ ഒരു അസുലഭ പിന്നെ സമയമെന്ന് പറയുന്നത് ഈ ചിങ്ങമാസമാണ്. കാരണം വള്ളംകളിയും ഉത്രട്ടാതി വള്ളംകളിയും തിരുവോണത്തോണിയും ഒക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എങ്കിലും ഞാനത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇഷ്ടം പോലെ പള്ളിയോടങ്ങളാണ് ഇനി വരാനുണ്ട്. ഇനി ഇഷ്ടം പോലെ പള്ളിയോടങ്ങൾ വരാനുണ്ട്, അലങ്കരിച്ച് വർണ്ണാഭമായിട്ട്. കണ്ടില്ലേ, ഒരു ജനസഹസ്രം തന്നെ ഇവിടെ ഉണ്ട്. ഇനിയും വരും. സമയം ആയില്ല, അതുകൊണ്ടാണ്. ഇഷ്ടം പോലെ ജനങ്ങൾ വരും. ഇത് ബോട്ടാണ്, അതായത് ഈ ശരിക്കും ഈ പമ്പയാറ്റിൽ നല്ല ഒഴുക്കാണ്. അപ്പോൾ ആ ഒഴുക്കത്ത് പിന്നെ ഈ ഒഴുക്കിനെതിരായിട്ട് വേണം നമുക്ക് ഇനി ആറന്മുളയ്ക്ക് വരാനായിട്ട്. അതായത് ആറന്മുളയിൽ നിന്നാണ് അങ്ങോട്ടാണ് ഒഴുക്ക്. അപ്പോൾ ഒഴുക്കിനെതിരായിട്ട് വേണം നമുക്ക് ഈ വള്ളങ്ങൾ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അത് തുഴഞ്ഞു വരിക എന്ന് പറയുന്നത് ചിലപ്പം വള്ളം മുങ്ങിപ്പോകാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നല്ല നീരൊഴുക്കുക, കാരണം കിഴക്കൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോട്ടുകളാണ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നത്. കെട്ടി വലിച്ച് ഇവിടെ കൊണ്ടുവരാനായിട്ട് ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇവിടെ കണ്ടില്ലേ, ആ സത്രക്കടവിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇത് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള എന്ന് പറഞ്ഞാൽ കടത്തുവഞ്ചി എന്ന് പറയും. കടത്തുവഞ്ചിയുടെ സംവിധാനം അവിടെ ഓട്ടോയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് കഴുകുന്നുണ്ട്. ആ പഴയ സിസ്റ്റമാണ്. ഞങ്ങളിനി അങ്ങനെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നതാണ്. അപ്പോൾ തൊഴുതിട്ടിറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങളപ്പോൾ നേരെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലോട്ട് പോവാം.
വല്ലാത്തൊരനുഭൂതിയാണ് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. ഇവിടെ ഈ പള്ളിയോടങ്ങൾ പിന്നെ ഓരോ പള്ളിയോടവും നിറപറയും അതേപോലെ തന്നെ വെറ്റവാക്ക് പൊയില സഹിതമായിട്ട് താമ്പൂലത്തിനുള്ള സാധനങ്ങൾ, പൂക്കൾ ഇതെല്ലാം അലങ്കരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ പള്ളിയോടത്തിനും പ്രത്യേകം അലങ്കാരങ്ങളുണ്ട്. അപ്പോൾ ആ അലങ്കാരങ്ങൾക്കനുസരിച്ച് വിളക്ക് കത്തിച്ച് പിന്നെ 5 തിരിയോ 7 തിരിയോ ഉള്ള വിളക്കുകൾ, വലിയ വിളക്ക്. അപ്പോൾ ആറന്മുളയിലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.